ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വയനാടൻ ബസ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉടനെ തന്നെ ഒരു ട്രിപ്പ് കിട്ടുമായിരുന്നെന്ന്. അത് കേട്ടോ ഇന്ന് കിട്ടി. അതും ശബരിമല. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ ശബരിമലയ്ക്ക് പോകാൻ. അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് നമ്മുടെ ആ ഫ്രണ്ടിനെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങ് പോവാം. ഇതുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കുന്നതാണേ. അവിടെ വയനാടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതുണ്ട്, താഴെ ഫുള്ളും കൊക്കയാ. പണി കിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. തിരിച്ചു വരുമ്പോൾ കൊക്കയിലേക്ക് വീഴുമെന്ന്. ഇതുണ്ട്, നമുക്ക് പയ്യെ അങ്ങ് നീങ്ങി നോക്കാം. ഇതുണ്ട്, നമുക്ക് ഇതുണ്ട്, ബാക്കൊക്കെ എന്തെങ്കിലും പറ്റുമെന്നൊന്ന് നോക്കാനാട്ടോ നമ്മൾ പോകുന്നത്. ഇതുണ്ടോ, ബാക്കിലൊരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിലൊന്നും കുഴപ്പമില്ല. ഇതുണ്ടോ, ഈ ഒരു ബ്ലൂ ട്രക്ക് ബാക്ക് എടുക്കുന്നുണ്ട്, റിവേഴ്സ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് സൈഡ് കയറാൻ വേണ്ടി. നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും പോകത്തില്ലേ. ഇതുണ്ടോ, സൈഡൊന്നും കുഴപ്പമില്ല. ഇതുണ്ടോ, മാറ്റങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകാൻ പോകുന്ന ബാക്കിലേക്കാണ്. ഫ്രണ്ടാട്ടോ, സോറി, ഫ്രണ്ടിൽ ഒരുഴപ്പില്ല. ഇത്ര നേരം മഴയായിരുന്നു, അതുകൊണ്ടാട്ടോ. ഇതുണ്ടോ, ഞാൻ വൈപ്പർ ഇട്ട് വെച്ചേക്കുന്ന ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഇനി നമുക്ക് പയ്യെ ഒന്ന് എടുത്തേക്കാം വണ്ടി. ഇതുണ്ടോ, നമുക്ക് നേരെ പോയി വണ്ടി എടുക്കാം. വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഓണാക്കി. ഇതുണ്ടോ, ഹാൻഡ് ബ്രേക്ക് മാറ്റിയപ്പോഴേക്കും വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടുപോയി. ഇതുണ്ട്, നമുക്കിനി പയ്യെ അങ്ങ് ഫ്രണ്ട് എടുത്തേക്കാം. അതിനൊന്നും കുഴപ്പമില്ല. ഇതുണ്ടോ, നമുക്ക് ഇതുണ്ടോ, അത് ഒരു തെങ്ങിൻ്റെ ഇലയാണോന്ന് തോന്നുന്നു. ഇനി നമുക്ക് നേരെ അങ്ങ് പോയേക്കാം ഇവിടുന്ന്. ഇതുണ്ടോ, വയനാടെന്ന് ഉള്ളി എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ കുരിശില്ല, ആ സാധനം ഞാൻ ലൈറ്റ് കത്തുന്ന അതൊന്നാക്കിയിട്ടുണ്ടേ, ബൂം സ്റ്റാർ. ഇനി നമുക്ക് പയ്യെ അങ്ങ് എടുത്തേക്കാം. ഇതുണ്ട്, ശബരിമല അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, അത് തട്ടുമെന്ന് പേടിയാ. അതുകൊണ്ട് നമുക്ക് പയ്യെ അങ്ങ് എടുത്തേക്കാം. ഇതുണ്ട്, അടി ചെറുതായിട്ടൊന്ന് തട്ടാൻ പോവാണേ. ഇതുണ്ട്, തട്ടിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലൊന്ന് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശബരിമലയിലേക്ക് കയറാൻ പോവാണേ. ഇതുണ്ടോ, പയ്യെ വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, കൊക്കയെ ചിലപ്പോൾ ഈ വയനാടനൊക്കെ താഴെ വീടുമായിരിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കൊണ്ട് നമുക്ക് നേരെ എടുത്ത് തിരിക്കാവേ. തിരിച്ചിട്ട് നമുക്ക് ഇനി റിവേഴ്സ് എടുക്കാം. തിരിക്കാം, എന്നിട്ട് ഇനി റിവേഴ്സ് എടുക്കാം. ഇതുണ്ട്, ഇത്രയും തിരിച്ചിട്ട് റിവേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി റിവേഴ്സ് എടുക്കാവേ. ഇതുണ്ടോ, റിവേഴ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ റിവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു പോലീസുകാരെ കൊണ്ടാട്ടോ ട്രിപ്പ്. ഇന്ന് നമുക്ക് നിർത്താം വണ്ടി. ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നുണ്ടോ ഒന്നും കൂടെ കാണിക്കാം. ബാക്ക് ഫ്രണ്ടും പിന്നെ ഇറങ്ങിയിട്ട് സൈഡിൽ എല്ലാം പറ്റിയിട്ടുണ്ടോ, അത് ഒരു കുഴപ്പമില്ല. ഇതുണ്ടോ, ഞാൻ താഴെ കൊക്ക കാണിക്കാവേ. ഇതുണ്ട്, താഴെ ഫുള്ളും കൊക്കയാ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാവേ. ഇതുണ്ടോ, അങ്ങനെ നമുക്ക് ഇനി ഫ്രണ്ട് കാണാം. വയനാടൻ ബോംസ്റ്റെന്നൊക്കെ എഴുതിയിട്ട്. ഇനി നമുക്ക് നേരെ അമ്പലത്തിൻ്റെ സൈഡിൽ പോകാം. ഈ നമ്മൾ കാണുന്ന അതേ ഇതാണോ നോക്കാവേ. ഓ, സെയിം ആട്ടോ അമ്പലത്തിൻ്റെ ഇതും. ഇതുണ്ടോ, ശബരിമലയുടെ. ഇനി നമുക്ക് ബാക്കിൽ പോയി നോക്കാം. ഇവിടെ ഒരു കുഴപ്പം, സൈഡിൽ ബാക്കിലൊരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് റിവേഴ്സ് എടുത്ത ട്രക്ക് എതിങ്ങാണ്ട് മുട്ടിന്ന് അതിങ്ങനെ വണ്ടി ബ്ലോക്ക് കിടക്കുന്നു. അതേട്ടോ, ശരിയാ. ഇനി നമുക്ക് പയ്യെ സൈഡിലേക്ക് എടുക്കാം. ഇതാട്ടോ അതിൻ്റെ ബാക്കും എനിക്ക് തോന്നുന്നു സൈഡെല്ലാം ഒരേതാണ്. ഇനി നമുക്ക് പയ്യെ അങ്ങ് സൈഡ് നോക്കാം. സൈഡ് ഒരേതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പയ്യെ അങ്ങ് ഫ്രണ്ടിലേക്ക് കയറി പോവാം. നട കയറാം, 18ാം പടി. ഇനി നമുക്ക് കയറിയിട്ട് എന്താ കയറുന്നില്ലേ, കയറിയിട്ടുണ്ട്. ആ മഞ്ഞ കളർ ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ സെയിം സാധനം കിട്ടിയേനെ കേട്ടോ. ഇതുണ്ടോ, മഴയൊക്കെ ഉണ്ടെന്നാണ്, ഇടിമിന്നലൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് ആ സൈഡ് പോലെ ആയിരിക്കും.
ആ സൈഡിൽ നിന്നും തോന്നുന്നു കേട്ടോ. ആണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, അതുപോലെ തന്നെ ആ സൈഡും. ഇനി നമുക്ക് നമ്മുടെ വയനാടിൻ്റെ ലുക്ക് നോക്കാം. അതിനെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ടേ, അതുകൊണ്ട് വയനാടിൻ്റെ ലുക്ക് നോക്കാം. ഇപ്പം മഴ പെയ്തിപ്പോൾ ഇത്തിരി കൂടെ വൃത്തിയായി നാവുന്നത്. ഇനി നമുക്ക് അയ്യപ്പനെ കാണാൻ പോകട്ടെ. വീണ്ടും 18-ാം പടി കയറുക. അത് നമ്മുടെ വയനാടിനെ നോക്കാൻ വന്ന കേട്ടോ വീണ്ടും. ഇനി നമുക്ക് നേരെ അയ്യപ്പനെ കണ്ടിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഇതുണ്ട് ആ സൈഡിലും അവിടെ എല്ലാം പോയി നോക്കുവാണ് വേറെ എന്തെങ്കിലും ദൈവങ്ങളുണ്ടോയെന്ന്. ഇനി നമുക്ക് നേരെ അയ്യപ്പനെ കാണാം. അയ്യപ്പനെ കണ്ടിട്ടുണ്ട്. ഇനി ഡാൻസ് കളിക്കാം അയ്യപ്പനെ കണ്ടതിൻ്റെ രീതിയിൽ. ഇനി നമുക്ക് ഇങ്ങനെ ചാടി ഇനി ഡാൻസ് കളിക്കാം. ഇനി ഉണ്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ വേണം. നമ്മൾ അയ്യപ്പൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോവാണേ. ഇനി ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടേ കാണൂല. ഇതുണ്ടോ, അയ്യപ്പൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാം നമുക്ക്. ഇത് ശരിയാവുന്നില്ലല്ലോ. ഇതുണ്ടോ, അയ്യപ്പൻ്റെ ഇതാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും ബാക്ക് എടുക്കാം. എന്നിട്ട് സൈഡ് എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കാവേ. ഇനി ഫോട്ടോ എടുക്കാം. ക്യാമറ എടുത്തു കഴിഞ്ഞ് ഇനി ഫോട്ടോ എടുക്കാവേ. ക്യാമറ തിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ അയ്യപ്പൻ്റെ ഫോട്ടോ എടുക്കാം. ഇതുണ്ടോ, ഫോൺ തിരിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഫോട്ടോ എടുക്കാവേ. ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒന്ന്, അത് മതി, ഒരു ഫോട്ടോ മതി നമുക്ക്. ഇനി നമുക്ക് നേരെ പോവാം. അയ്യപ്പനെ ഒന്നും കൂടെ കണ്ടിട്ട് പോകാൻ നോക്കിയേ. അങ്ങോട്ട് കണ്ടിട്ട് പോവാം. നമുക്കിനി പോവാം വയനാടിനടുത്ത്. ഇതുണ്ടോ, നമുക്കിനി പയ്യെ അങ്ങ് എടുത്തേക്കാം. ഇനി നമുക്ക് ഇവിടെ നട ഇറങ്ങിയേക്കാം പയ്യെ. ഇതുണ്ടോ, നട ഇറങ്ങാൻ പോവാണ്. ഒരു മിനിറ്റ്, ഒന്നും കൂടെ നമുക്ക് പുറത്തു നിന്ന് കാണാം. നമ്മൾ ഉള്ളിൽ നിന്നല്ലേ ഇത്ര നേരം കണ്ടേ. ഇനി പുറത്ത് കാണാം. ഇതുണ്ട്, ഒന്നും കൂടെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതുണ്ട്. നമുക്ക് ഇനി നോക്കേണ്ടത് ഈ സൈഡ് കേട്ടോ. സൈഡൊന്നും അവിടെ ഒരു യെല്ലോ കളറുണ്ടെന്നേ ഉള്ളൂ. അത് നമുക്ക് പ്രശ്നമില്ല. ഞാൻ ഇതും ഒരു മോഡ് വെച്ചെടുത്താണേ. ഇനി നമുക്ക് പയ്യെ അങ്ങ് വണ്ടിയുടെ ഉള്ളിലേക്ക് വന്നോട്ട് നമ്മൾ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇത്തിരി നേരം. അയ്യപ്പൻ തിരിച്ച് നോക്കുമെന്ന്. ഇനി നമുക്ക് പയ്യെ അങ്ങ് വണ്ടിയുടെ ഉള്ളിൽ കയറിയേക്കാം. ഇതുണ്ട്, നമ്മൾ താഴേക്കൊക്കെ ഓടി ഇറങ്ങുന്നേ. ഇനി നമ്മുടെ വയനാടിൻ്റെ അടുത്തേക്ക് പോവാവേ. ഇനി നമുക്ക് പോയിട്ട് വയനാടിനെ കയറാം. വണ്ടി ഓണാക്കാം. ഇനി പയ്യെ അങ്ങ് വണ്ടി എടുത്തേക്കാവേ. എന്നിട്ട് നമുക്ക് പയ്യെ അങ്ങ് പോയേക്കാം. നമുക്ക് താഴേക്ക് പോകണ്ടേ, അത് ഇത്തിരി പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതുണ്ട്, പയ്യാണ് വയനാടനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതിനെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിനെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നീളം കേട്ടോ. ഇപ്പം ഞാൻ കൊക്കയിലേക്ക് വീഴേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ അപ്പം തന്നെ ഉണ്ടോ. ഇതുണ്ട്, എൻ്റെ ഫ്രണ്ട് ലൈറ്റ് ഓണാക്കിയതാട്ടോ ഉള്ളിലത്തെ. ഇനി നമുക്ക് പയ്യെ അങ്ങോട്ട്. അയ്യോ, വയനാടൻ ചെരിഞ്ഞു ഒരു സൈഡ്. ഇനി എന്ത് ചെയ്യും, വയനാടൻ ചെരിഞ്ഞു പോയതുകൊണ്ട് നമുക്കിനി പയ്യെ ഒന്ന് എടുത്തേക്കാം. എടുത്തിട്ടുണ്ട് അങ്ങനെ വയനാടൻ. ഇനി നമുക്ക് പയ്യെ അങ്ങ് ഇതുണ്ടോ, ആ എടുത്തതിൻ്റെ ഒരു ആട്ടലുണ്ട്, അത് ഇനി നമുക്ക് പയ്യെ അങ്ങ് പോവാം. നമുക്ക് ഇനി പയ്യെ അങ്ങ് എടുത്തേക്കാവേ. നമുക്ക് ഒരു കുഴപ്പമില്ല. ഇതുണ്ട്, നമ്മൾ അതിൻ്റെ ഉള്ളെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഒന്ന് എടുത്തോണ്ട് പോവേ. റിവേഴ്സ് എടുത്തിട്ടുണ്ട്. റിവേഴ്സ് എടുത്തിട്ടുള്ള ചുമ്മാ ഒരു കാര്യത്തിനാണ്. ഇനി നമ്മൾ ഫ്രണ്ട് എടുക്കാൻ പോവാ. ഫ്രണ്ട് എടുത്തിട്ട് ഇങ്ങനെ അവിടെ മരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് എടുക്കാത്തത്. അയ്യോ, നമ്മുടെ വയനാടൻ കൊക്കയിലേക്ക് മറിഞ്ഞു വീണോ. റോഡിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. നമ്മുടെ വയനാടൻ ദേ വീഴുന്നു. അയ്യോ അമ്മച്ചിയെ, നമ്മുടെ വയനാടൻ പോയേ. ഇതുണ്ടോ, മറിഞ്ഞടിച്ച് വയനാടൻ പോയി. ഇതുണ്ടോ, അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. വയനാടന് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് വണ്ടി നേരെയാക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഇതുണ്ട്, നമുക്ക് അങ്ങനെ നേരെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. നേരെ ആക്കിയിട്ടുണ്ട് നമ്മൾ എല്ലാവർക്കും. ഇതുണ്ട്, നമ്മൾ നേരെ ആക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക്
ഇതൊന്ന് കയറ്റാൻ പറ്റുമെന്നാണ് നല്ല പേടി.